पिछला कुछ 3 हफ्ता पहले हम लोग ये देख रहे थे വാട്ട് ഇസ് ദി ഗോസ്പൽ. കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഈ ഒരു വിഷയം പഠിക്കുവാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിരുന്നു. എന്നാൽ അതിനുശേഷം മറ്റ് ചില ദൂതുകളിലേക്ക് നമ്മൾ പോയതുകൊണ്ട് നമുക്ക് ഇത് ധ്യാനിക്കാൻ കഴിഞ്ഞില്ല. इसके बीच में हम लोग दूसरे मैसेजेस में गए, इसके हम लोग इसको सीख नहीं सके. तो 3-4 हफ्ता पहले हमने जो देखा था, 3-4 ആഴ്ച മുമ്പ് നമ്മൾ കണ്ട കാര്യം ഒന്ന് ഓടിച്ച് ഈ സ്ലൈഡിൽ കൂടെ നിങ്ങൾ കാണുകയും അതിനുശേഷം ഇന്നത്തെ വിഷയത്തിലേക്ക് വരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 3-4 हफ्ता पहले हम लोग ने जो देखा वो बात को जस्ट जल्दी हम लोग स्लाइड में देख कर वो रिकलेक्ट करेंगे और रिकलेक्ट करके जो है एंड उसके बाद हम लोग आज के वचन में जाएंगे. ओके, ठीक है. तो हम लोग ने पिछले 3-4 हफ्ता पहले देखा था कि God has made everything good. You remember this? ഇത് समझ के आप लोग याद आ रहा है आप लोग को? Can you able to recollect it? God has made everything good. ദൈവം സകലവും നന്നായി. 31 में लिखा है, जेनेसिस 1:31 में लिखा है कि he made everything very good. बहुत अच्छा बनाए, ഏറ്റവും നല്ലതായി സൃഷ്ടി. അപ്പോൾ ഏറ്റവും നല്ലത് പിന്നെ എങ്ങനെയാണ് അത് വീണുപോയത്? हाँ वो किस तरह गिर गया, वो किस तरह खराब हो गया जो अच्छा था. उसके बाद हम लोग ने देखा the human beings are God's image. മനുഷ്യരെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ഇൻസാൻ को परमेश्वर ने अपने छवि में अपने स्वरूप में बनाया था. he bears God's image, he is representative of God. but उसके बाद क्या हुआ? जो सब कुछ अच्छा था, जो इमेज था इंसान का, बिकॉज ऑफ द फॉल, जस्ट गो डाउन, जस्ट बिकॉज ऑफ द डिसोबीडियंस टू गो फॉरवर्ड, बिकॉज ऑफ द डिसोबीडियंस टू गॉड्स कमांडमेंट, परमेश्वर के खिलाफ इंसान रिबल किया. മനുഷ്യൻ ദൈവത്തിൻ്റെ എതിരെ മത്സരിച്ചു, പാപം ചെയ്ത് അനുസരണക്കേട് ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം ബ്രോക്കനായി. There was an alienation from God, broken relationship. അങ്ങനെ പാപം ലോകത്തിൽ കടക്കുകയും പാപത്താൽ മരണവും മരണം സകലന്മേലും പടരുവാനിടയായി തീർന്നു. इस तरह पाप दुनिया में आया, पाप के कारण मौत आया और मौत सारे लोगों पर क्या हो गया? फैल गया. राइट? सो गुड इमेज, നല്ല ഇമേജ്, ദൈവത്തിൻ്റെ ഇമേജ്, परमेश्वर का इमेज, फॉल के कारण वो इमेज डिस्टॉर्टेड हो गया करके हम लोग देखते हैं. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആ മനുഷ്യനെ നോക്കിക്കേ, ഈ വണ്ടി നോക്കിക്കേ, ഓടുന്നുണ്ട്. പക്ഷേ കണ്ടീഷനിലാണോ ഇത്? കണ്ടീഷൻ മേയ്ക്ക ദോഡറേ അല്ലേ? ചന്ദ്രനിൽ പോകുന്നുണ്ട്, പിന്നെ റോക്കറ്റ് വിക്ഷേപിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്ന് വേണ്ട സകല പരിപാടിയുണ്ട്. സാരേ ചീസേ ഹേ, सब कुछ करता है. रॉकेट उड़ा रहा है, चांद में जा रहा है, फिर मार्स में भी ലൈഫ് ഒക്കെ ढूंढ रहा है. सो मैन इज रनिंग. മനുഷ്യൻ ഓടുകയാണ്. ഓട്ടം കണ്ടാൽ തോന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തോ പറ്റിയിരിക്കുകയാണ്? വാട്ട് ഹാസ് ഹാപ്പൻ? ദ ഇമേജ് ഇസ് ഡിസ്റ്റോർട്ടഡ്. ആ ഇമേജ്, ദൈവത്തിൻ്റെ ആ ഇമേജ്, മനുഷ്യൻ്റെ ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റോർഷൻ വന്നിരിക്കുക. ഒറിജിനൽ അല്ല ആ ഇമേജിൻ്റെ, ആ ഒറിജിനൽ രൂപമല്ല, വാങ്ങിച്ച പോലല്ല ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. ജബി लिया था तब का जैसा नहीं अभी गाड़ी अभी पूरा डिस्टॉर्ट हो गया फ्रॉम दी टॉप टू दी एंड. തല തൊട്ട് താഴെ വരെ ഇറ്റ് ഇസ് ഡിസ്റ്റോർട്ടഡ്. ഓക്കെ, ആൻഡ് അവർ പ്രോബ്ലം സി, സുവിശേഷം എന്നുള്ളത് ഇനി വാ കടഭാരം മാറും എന്ന് പറയുന്ന കാര്യമല്ല. ഇതറാവോ ആപ്ക കർജ് അട് ജായേഗ. നോ, ദാറ്റ് ഇസ് നോട്ട് അവർ പ്രോബ്ലം. നമ്മുടെ കടഭാരമല്ല നമ്മുടെ പ്രോബ്ലം. ഇനി വാ സൗഖ്യം കിട്ടും, ഇതറായ ചങ്കായി മിൽ ജായേഗ. അവർ സിക്നെസ് ഇസ് നോട്ട് അവർ പ്രോബ്ലം. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഗോസ്പൽ റിയലി അഡ്രസ്സിങ്. എന്താണ് സുവിശേഷം യഥാർത്ഥമായി അഡ്രസ്സ് ചെയ്യുന്നത് മനസ്സിലാക്കണം. പല സഭയിലും പല വ്യക്തികൾക്കും എന്താ സുവിശേഷം എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതിവിടെ എടുക്കുന്നത്. बहुत सारे जगह पर सुसमाचार क्या है करके नहीं पता, क्योंकि प्रॉब्लम ही नहीं बताया किसी ने. നമ്മുടെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞില്ല. എന്താ നമ്മുടെ പ്രോബ്ലം? we have alienated from God. ദൈവത്തിൽ നിന്ന് ജീവൻ പോയിരിക്കുന്ന അനുഭവമാണ്. सेपरेशन आई, सेपरेटेड हो गया, परमेश्वर से दूर हो गया हुआ अनुभव है. एंड वी ऑल आर अंडर द पावर ऑफ सिन एंड evil.
ഓൾവേസ് വി ആർ തിങ്കിങ് ടു ഡു ഈവിൽ. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ പാപത്തോടും ദുഷ്ടതയോടുമുള്ള മോഹം ഉള്ളിൽ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് അവർ കണ്ടീഷൻ. ഇറ്റ്സ് എ ഡിസ്റ്റോർട്ടഡ് ഇമേജ്. ഗോസ്പൽ പറയുന്നത് എന്താണെന്നറിയാമോ? എന്താ സുവിശേഷം പറയുന്നത് അറിയാമോ? ദിസ് ഈസ് അവർ പ്രോബ്ലം. പോവർട്ടി അല്ല നമ്മുടെ പ്രോബ്ലം. പോവർട്ടി നെയ് ഹമാरा പ്രോബ്ലം. അൺഎംപ്ലോയ്മെന്റ് അല്ല, ജോലി ഇല്ലാതിരിക്കുന്നതല്ല നമ്മുടെ പ്രോബ്ലം. സിക്നെസ് ഇസ് നോട്ട് അവർ പ്രോബ്ലം. ദാറ്റ് ഈസ് ഓൾ ദെയർ. അതെല്ലാം ഉണ്ട് കേട്ടോ. ഐ ആം നോട്ട് സെയിങ് ഇറ്റ് ഈസ് നോട്ട് ദെയർ. അതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. മേനി കെറോഗ് യൂസഫ് നെയ് ഹേ, ബട്ട് ദ റിയൽ അണ്ടർലൈങ് ഇഷ്യൂ ഇസ് സംതിങ് എൽസ്. യഥാർത്ഥമായിരിക്കുന്ന പ്രോബ്ലം വേറെന്തോവാ. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് സുവിശേഷം പ്രധാനപ്പെട്ടത് നമ്മളോട് പറയുന്നത്. സുസമാചാർ സബ്സെ പഹല हमको वही बताता है. The problem is the sin has entered in humanity and we are separated from God. And what about God? ദൈവം എങ്ങനാ? And God's anger, holy anger is upon sinners. ഇത് സുവിശേഷത്തിൽ കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കോപം പാപം ചെയ്യുന്ന പാപിയുടെ മേളിലുണ്ട് എന്നുള്ള സുവിശേഷം കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല അല്ലേ? ഒനൈസുനായി. ജോൺ 3:36, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. ജോൺ 3:36. എല്ലാവരും തിരുവചനം തുറന്നാട്ടെ. സാരേ ലോഗ് ജോ ഹെ ബൈബിളോं को खोले और उसको पढ़िए. ജോൺ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പം പാപം ചെയ്യുന്ന പാപിയുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധമുണ്ട് എന്ന് തിരുവചനം പറയുക. അതായത് സുവിശേഷം പറയുന്നത് പാപിയുടെ മേളിൽ ദൈവത്തിൻ്റെ ക്രോധമുണ്ട്. എന്താ കാരണം? ബിക്കോസ് ഓഫ് ഹിസ് സിൻ, ബിക്കോസ് ഓഫ് ഹിസ് റിബെല്യൻ. देखिए 36 जरा देखिए, उर्दू में पढ़िए. सॉल ब्रदर पढ़िए जोर से उर्दू में. हाँ, उसी की है जो बेटे की नहीं मानता, जिंदगी को ना देखेगा, उस पर खुदा का गजब रहता है. परंतु परमेश्वर का क्रोध उस पर है. ദൈവത്തിന്റെ ക്രോധം അവന്റെ മേളിൽ. ആ വാക്ക് ശ്രദ്ധിച്ചോ? എന്ന് പറഞ്ഞാലേ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ ക്രോധത്തിൽ ഒരു ദിവസം നാം ചെന്ന് നിന്ന് വെന്തെരിഞ്ഞു പോകുന്നൊരു അനുഭവമാണത്. വെന്തെരിക എന്നൊക്കെ പറയുമ്പോൾ ഇല്ലായ്മയൊന്നുമല്ല കേട്ടോ. വെന്തെരിക എന്ന് പറഞ്ഞാൽ നിത്യമായിരിക്കുന്ന വെന്തെരിയുന്ന അനുഭവം. അത് കെടുത്തു പോകാത്ത വെന്തെരിയുന്ന അനുഭവം. ദൈവക്രോധം പാപിയുടെ മേലുണ്ട്. പരമേശ്വർ ക ക്രോധ് പാപിക്ക് ऊपर है. ദിസ് ഇസ് ദ ബാഡ് ന്യൂസ്. ഇത് ഗുഡ് ന്യൂസ് അല്ലല്ലോ. ഇത് സത്വർത്തമാനമല്ല, ഇത് നല്ല വർത്തമാനമല്ല. ഇറ്റ്സ് എ ബാഡ് ന്യൂസ്. ഗോസ്പൽ ഫസ്റ്റ് ടെൽസ് വാട്ട് ഈസ് അവർ പ്രോബ്ലം, വാട്ട് ഈസ് ദ ബാഡ് ന്യൂസ്. സുവിശേഷം യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിലെ ബാഡ് ന്യൂസ് എന്താണെന്നാണ് പറയുന്നത്. ഗോസ്പൽ ടെൽസ് ദ ട്രൂത്ത്. സുവിശേഷം സത്യം നമ്മുടെ യഥാർത്ഥമായ പ്രോബ്ലത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരും. हमारा रियल प्रॉब्लम को उजाला में लेके आके बताता है. See, this is the real problem and God's anger is upon you. ദൈവത്തിന്റെ ക്രോധം നിന്റെ മേലുണ്ട്. സോ ഇതിൽ ഏതാളാ സ്വർഗത്തിൽ പോകുന്നത്? इसमें से कौन सा आदमी जाएगा स्वर्ग? हाँ, നമ്മുടെ ആ ലെൻസ് വെച്ച് നോക്കി हमारे लेंस में देखेंगे तो कौन जाएगा स्वर्ग में? ബൈബിളും പിടിച്ച് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ ചെന്ന് ഓഫറിങ്ങും കൊടുത്ത് हर हफ्ता चर्च जाके बाइबल भी पकड़कर रिलीजियस व्यक्ति स्वर्ग जाएगा. मैं आज उसको एक्सप्लेन करें. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സ്റ്റോപ്പ് ദിസ്. इसको इधर आप बाद में सोचेंगे. ഇത് പിന്നെ ചിന്തിക്കാം നമുക്ക്. तो रिलीजियस हो या टैक्स कलेक्टर हो, रिलीजियस आयाലും അല്ല टैक्स कलेक्टर आयाലും, दोनों हो. Romans 3:9 में लिखा है all are under the power of sin. സകലരും പാപത്തിന്റെ അധീനതയിലാണ്. സകലരും എന്ന് പറയുമ്പോൾ ചിലർ എന്നല്ല എൻ്റെ അർത്ഥം. all का मतलब ये नहीं कि some. all का मतलब क्या है? എന്താ സകലരും എന്ന് പറഞ്ഞാൽ? all
All are under the power of sin. എല്ലാവരും പാപത്തിൻ്റെ കീഴിയായിരിക്കുന്നു. റിമെമ്പർ ഐ ടോൾഡ് യു വൺ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ അന്ന്? വേൾപൂൾ ഇല്ലേ? ചുഴി കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ? ചില ഈ നദിയിലൊക്കെ ചുഴികളുണ്ട്. എത്ര മിടുക്കനായി നീന്തറിയാവുന്ന വ്യക്തിയായാലും ചുഴിയിൽ പോയി കഴിഞ്ഞാൽ പിടികിട്ടത്തില്ല, അവന് സ്വയമേ വരാൻ കഴിയത്തില്ല. അങ്ങനെ പാപത്തിൻ്റെ ചുഴിയിൽ വീണ മനുഷ്യൻ സ്വന്തം കൈയെടുത്ത് എത്ര അടിച്ചാലും ഇവൻ പോവത്തില്ല. കിത്തനാബി ആത്പേർ മാരെങ്കിൽ तो भी उस whirlpool से वो नहीं आ सकता. That is the meaning of it. 3:9. All are under the power of sin. That whirlpool, ആ ചുഴിയുടെ ശക്തിയുടെ അകത്താണ് റിലീജിയസ് സിന്നേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഗോസ്പൽ അഡ്രസ് അവർ പ്രോബ്ലം. സുവിശേഷം നമ്മുടെ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുക. വാട്ട് ഇസ് ദ ബാഡ് ന്യൂസ്? അടുത്തത്, ക്യാൻ വി റിസീവ് അവർ സാൽവേഷൻ ബൈ ഗുഡ് വർക്ക്സ്? നല്ല പ്രവൃത്തി ചെയ്ത് നമുക്ക് രക്ഷ ലഭിക്കുമോ? ക്യാ അച്ഛാ കാം കർക്കെ ഹമേ നജാത് മിലേഗ? വിൽ വി റിസീവ് സാൽവേഷൻ ബൈ അവർ ഗുഡ് വർക്ക്സ്? ബൈബിൾ പറയുന്നില്ലെന്നാ. ബൈബിൾ പോലെ തന്നെ ഏഷ്യ 64:6, ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം കര പുരണ്ട തുണി പോലെ. കറ പുരണ്ട തുണി പോലെ എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് കഴിയാൽ പോവത്തില്ല. हमारा हर एक अच्छे काम भले काम गंदे दज्जियों के जैसा है, मतलब साबुन से साफ नहीं होगा. ये देखा आपने रद्दी? ये रद्दी है परमेश्वर के सामने. ദൈവത്തിൻ്റെ മുൻപാകെ ഈ ചാക്ക്, ഈ പഴന്തുണി പോലാണ് നമ്മുടെ എല്ലാ നീതിപ്രവൃത്തിയും കൊണ്ട് രക്ഷപ്പെടത്തില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ബൈബിളും കൈപിടിച്ച് നമുക്ക് നല്ല റിലീജിയസ് ഒരു മനുഷ്യനായി നമുക്ക് പള്ളി പോകാം. അതുകൊണ്ട് സഹോദര സഹോദരി സ്വർഗത്തിൽ പോകത്തില്ല. एक अच्छा रिलीजियस होके हम लोग चर्च जा सकते हैं, but that will not make you to go heaven. That will not give you eternal life. नित्य जीवन നൽകത്തില്ല. നെക്സ്റ്റ് റോമൻസ് 3:20. ये सब वचन आपके सामने है. ഈ വചനം എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ലെറ്റ്സ് ഗോ ഫോർവേഡ്. വാട്ട് ഇസ് ദ ഗുഡ് ന്യൂസ്? എന്താണ് സത്വർത്തമാനം? ദ ഗുഡ് ന്യൂസ്. ഗോ ഫോർവേഡ്. ഒന്നാമത്, ആദ്യം ഈ സുവിശേഷം പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷത്തിലല്ല. सबसे पहला सुसमाचार मत्ती का सुसमाचार में नहीं बोला था. किधर बोला था? जेनेसिस 3:15, उत्पत्ति पुस्तक 3:15. क्या कहा था? The seed of the woman will crush the head of the serpent. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ എന്ത് ചെയ്യും? തകർക്കും. स्त्री का संतान सांप के सर को क्या करेगा? कुचलेगा. वो अंडरलाइन किया देगा, द सीड ऑफ द वुमन. फर्स्ट गॉस्पल, प्रोटो इवांगेलियम, फर्स्ट गॉस्पल. ഒന്നാമത് സുവിശേഷം പറഞ്ഞത് ദൂതന്മാരല്ല. सबसे पहला सुसमाचार फरिश्ते ने नहीं बोला, सबसे पहला सुसमाचार परमेश्वर खुद बोला. सो गॉस्पल इज नॉट ए न्यू न्यूज. സുവിശേഷം ഒരു പുതിയ വാർത്തയല്ല. It is the news God has given before the foundation of the world. It was in his plan. ദൈവത്തിൻ്റെ പദ്ധതിക്കായിരുന്നു ഈ സുവിശേഷം എന്നുള്ളത്. ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ട്. And then we see God chose Abraham. അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അവിടെയും നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമിനോട് പറയുന്നത് എന്താണ്? നിന്റെ സന്തതി മൂലം ഭൂമിയിലെ സകല ജാതികളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. Do you see in English? By your seed all the nations will be blessed. तेरे नस्ल के वसीले से दुनिया के सारे कौम क्या होंगे? Can they see the seed of the woman? സ്ത്രീയുടെ സന്തതി. അടുത്ത അബ്രഹാമിനോട് പറയുകയാണ് സന്തതി. അടുത്ത നോക്കിക്കേ, ദാവീദിനോട് പറയുകയാണ് സെയിം. ദാവൂദ് को भी परमेश्वर यही बोलता है, I will raise up your seed. നിന്റെ സന്തതിയെ നിലനിൽക്കുന്ന രാജ്യത്തിലേക്ക് ഞാൻ എഴുന്നേൽപ്പിച്ച് നിൽക്കും. അപ്പം നോക്കിക്കേ, God is speaking gospel from Genesis. ഉത്പത്തി പുസ്തകം തൊട്ട് കർത്താവ് ഈ സുവിശേഷം പറയുക, I am going to send the seed. ഞാൻ എൻ്റെ സന്തതിയെ അയക്കും. അതാരാ? അബ്രഹാമിൻ്റെ മോനാണോ? അല്ലല്ലല്ല. അബ്രഹാം का बेटा है क्या? नो. അബ്രഹാം को promise किया था. പിന്നാരാ? ദാവീദിൻ്റെ മോനാണോ ശലോമോൻ? നോ. പിന്നാരാ? Who is the seed of the woman? अब्राहम एंड डेविड का सीड कौन सा? अब्राहम दावीदिന്റെ सीड ആരാ? മത്തായി 1:1. मत्ती का सुसमाचार चैप्टर 1:1 में क्या लिखा है? पढ़िए. മത്തായി 1:1 വായിച്ചേട്ടെ, മലയാളത്തിൽ ഹിന്ദിയിലും വായിച്ചേട്ടെ. മാത്യു ചാപ്റ്റർ 1:1.
അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പൊ യേശുക്രിസ്തു ആരാണ്? അബ്രഹാമിൻ്റെ പുത്രനും ദാവീദിൻ്റെ പുത്രനും. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, दावीदनोട് വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതി. अब्राहम को और दाऊद को परमेश्वर ने वादा किया कि तेरा संतान. न्यू टेस्टमेंट का फर्स्ट बुक ये बोल के शुरू होता है, व्हाट गॉड हैज प्रॉमिस्ड वो बीज आ गया है. ദൈവം വാഗ്ദത്തം ചെയ്ത ആ സന്തതി എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. ആർ യു ഓൾ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഗോസ്പൽ ഒരു പുതിയ വാർത്തയല്ലെന്ന് മനസ്സിലായില്ലേ? ഗോസ്പൽ ഇസ് നോട്ട് എ ന്യൂ ന്യൂസ്. ഇറ്റ് ഈസ് ബീൻ പ്രൊക്ലെയിംഡ് ഫ്രം ജെനിസിസ്. ഉത്പത്തി മുതൽ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുൻപേ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷവും ദൈവം അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗോഡ് ഈസ് വർക്കിംഗ് ടു ബ്രിങ് ഹിസ് സീഡ്. തൻ്റെ ആ പുത്രനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് അന്ന് തൊട്ടേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഹി ബ്രോട്ട് ദ സീഡ്. ഫിനിഷ്? ഓക്കെ, उतना हम लोग देखेंगे. अत्र നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് വരാം. आज के बातों को देखेंगे. So you understand the bad news? Bad news മനസ്സിലായോ? Do we deserve eternal life? നമ്മൾ നിത്യജീവൻ ഡിസർവ് ചെയ്യുന്നവരാണോ യഥാർത്ഥമായി നോക്കിക്കഴിഞ്ഞാൽ? സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ അനേകർ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഗുരു ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറഞ്ഞു, കൽപ്പനകളൊക്കെ നീ അനുസരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു ചെറുക്കൻ പറഞ്ഞത്, ഞാൻ ബാല്യം മുതലേ അനുസരിക്കുന്നുണ്ട്, പിന്നെ എന്താ എന്നിലുള്ള കുറവ്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കാൻ എന്ന് പറഞ്ഞു. അവിടെ എടുത്തിരിക്കുന്നത് ആ പയ്യൻ അത് കേട്ട് വളരെ വിഷമിച്ച് യേശുവിൻ്റെ അടുത്ത് നിന്ന് കടന്നുപോയി. എന്തു പറ്റി? എന്താ കാരണം? യേശുവിൽ നിന്ന് ദൂരെ പോകാനുള്ള കാരണം എന്താ? കാരണം യേശു അവൻ്റെ ഉള്ളത്തിലെ പൊള്ളത്തരം തുറന്ന് കാണിച്ചു. മോനെ, നീ 10 കൽപ്പനയൊക്കെ അനുസരിക്കുന്നൊക്കെ പറഞ്ഞാലും നിൻ്റെ ഉള്ളിലെ ദൈവം ആരാന്നറിയാമോ? പണമാ, പണം. ഇതിനെ വിടാൻ നിനക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ 10 കൽപ്പനയിൽ 1-ാമത്തെ കൽപ്പന തന്നെ ഇവൻ ലംഘിച്ചു. 10-ാമത്തെ കൽപ്പന എന്താ? മോഹിക്കരുത്. ദൈവത്തെ അല്ലാതെ വേറൊരു കാര്യവും സ്നേഹിക്കുകയോ മോഹിക്കുകയോ ചെയ്യാത്ത കൽപ്പന ഇവൻ തന്നെ ലംഘിച്ചു. പക്ഷെ ഇവൻ എന്തോ ചിന്തിക്കുന്നത്? ഞാൻ എല്ലാം ഓക്കെയാണ്, ഇങ്ങനെ കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ ചെല്ലും. यीशु मसीह के पास बहुत सारे लोग आए और कहा कि नित्य जीवन पाने के लिए मैं क्या करूं? व्हाट शुड आई डू? यीशु मसीह ने बोला, अरे तू कमांडमेंट सारा पालन कर रहा है क्या? आर यू ओबेइंग ऑल द कमांडमेंट्स? वो बोलते, वो तो मैं बचपन से करता हूं. ओ ओके, तो एक काम कर, तू बचपन से कर रहा है ना, जो कुछ भी तेरा है वो सब कुछ बेचकर मेरे पीछे आ ले, तुझे नित्य जीवन मिल जाएगा. गरीबों को देखकर मेरे पीछे आ ले, मैं तुझे क्या दूंगा? नित्य जीवन दूंगा. वहां पर क्या लिखा है मालूम है? ये लड़का ये सुनकर दिल के अंदर वेदना होकर, उदास होकर यीशु को फॉलो नहीं किया, बल्कि वो चले गया. क्यों? क्योंकि यीशु मसीह ने उसके अंदर की प्रॉब्लम को खुलासा कर दिया. बेटा, तेरे हिसाब से तू कमांडमेंट को सब फॉलो कर रहा है, बोल रहा है, लेकिन तूने फर्स्ट कमांडमेंट को ही तोड़ दिया. मेरे अलावा दूसरा कोई परमेश्वर नहीं. इसका अंदर का परमेश्वर क्या मालूम है? धन. धन का मतलब इट इज नॉट जस्ट मनी. ഇവിടെ മാമോൻ എന്ന് പറയുന്നത് പണം മാത്രമല്ല, സ്റ്റേറ്റസ്. സ്റ്റേറ്റസ്, ഫാമിലി സ്റ്റേറ്റസ്, വർക്ക് സ്റ്റേറ്റസ്, കാം കാ സ്റ്റേറ്റസ് ആൻഡ് പൊസിഷൻ എന്ന് വേണ്ട എവറിത്തിങ്. നെയിം, പേരുണ്ടാക്കുക, പേര് സമ്പാദിക്കുക, സെൽഫ് കോൺഫിഡൻ്റ് ആകുക, സെൽഫിനെ മാത്രം പോഷിപ്പിക്കുക. ദീസ് ഓൾ ആർ ഐഡൽസ്. ഇതിനെ വെച്ചോണ്ടാണ് ഇവൻ ചിന്തിക്കുന്നത് ഇവൻ സ്വർഗത്തിൽ പോകുന്നത്. ये सब रखकर उसको लगा कि वो स्वर्ग जाएगा. Praise God. Let us turn our attention to the good news. എന്താണ് സുവിശേഷം എന്നുള്ള കാര്യം നമുക്കിന്ന് ശ്രദ്ധിക്കാം. What is the good news? उसके लिए I want your attention to John Gospel chapter 3. അതിന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇവിടെ ചോദിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. Let us turn our attention to John chapter 3. It is a very famous chapter. We all know this. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു അധ്യായം അല്ലേ? ആരാണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം?
Who is the main character in chapter 3? निकोदिमोस. कोई बच्चों का नाम लिखा हुआ देखा है? निकोदिमोस? नहीं. വെരി ഗുഡ് നെയിം, നല്ല പേരാണ് നിക്കോദിമോസ്. ഈ നിക്കോദിമോസിന്റെ ചില ക്രെഡൻഷ്യൽസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. इसका कुछ credentials मैं आप लोग के सामने देता हूं. नंबर 1, ഒന്നാമത്തെ കാര്യം, ഈസ് വെരി റിച്ച്, വലിയ ധനാട്യനായിരിക്കും. അതെങ്ങനെ അറിയാം? 19 അധ്യായത്തിന്റെ 39 വാക്യം. ये बहुत धनी था, बहुत धनवान था ये आदमी. He was very rich. कैसा मालूम पड़ेगा? यूहन्ना का सुसमाचार 19वां अध्याय उसका 39 जरा पढ़े. चैप्टर 19 वर्सेस 39. हाँ हाँ മലയാളത്തിൽ വായിച്ചാട്ടെ. ആ ആ You know how much dirhams it is? എത്ര dirhams ആണെന്നറിയാം? I was just calculating. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. 37,000 dirhams. 37,000 dirhamsന്റെ സാധനമാണ് നിക്കോദിമോസ് യേശുക്ക ബരിയലിൽ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ 8,83,000 രൂപ. 8,83,000 का चीज लेके है ओनली फॉर द बरियल. सो रिच. വലിയ ധനാട്യനാണ്. ധനാട്യനായെങ്കിൽ മാത്രമേ റൂളിംഗ് കമ്മിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. धनवान होगा तो ये रूलिंग कमिटी में आप हो सकते. रूलिंग कमिटी चैप्टर 3 verses 1. യോഹന്നാൻ 3:1. രണ്ടാമത്തെ കാര്യം, ഈസ് പാർട്ട് ഓഫ് എ റൂളിംഗ് ഗ്രൂപ്പ് കോൾഡ് സൻഹെദ്രിൻ. സൻഹെദ്രിന്റെ കൂട്ടത്തിലുള്ള വ്യക്തികളിലെ ഒരു റൂളറാണ് താൻ. ഈസ് എ റൂളർ ഓഫ് ദ ജ്യൂസ്. സന്നിധ്രത്തിലെ താൻ ഒരു റൂളറാണ്. वो एक रूलर है സന്നിധ്രി में. സന്നിധ്രി क्या है? എന്താണ് സന്നിധ്രി? ഇറ്റ്സ് എ ലോവർ കോർട്ട്. ഇതൊരു ലോവർ കോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ന്യായം വിധിക്കുന്നവരാണ്. ഇവരാണ് യേശുവിനെ ന്യായം വിധിച്ചിട്ട് ക്രൂശിലേക്ക് കൊണ്ടുപോയത്. യही लोगों ने यीशु मसीह को जज करके क्रूसूली पर लेके गया था. सो इट इज എ ലോവർ കോർട്ട്. അധികാരമുള്ള വ്യക്തിയാണ്. he has authority. उसको अधिकार है. he is rich, he is authority. चैप्टर 7 में जब ये आएंगे तो चैप्टर 7 वर्सेस 50 में वी कैन सी ही इज पार्ट ऑफ दैट रूलिंग कम्युनिटी. ആ റൂളിംഗ് കോർട്ടിലെ പാർട്ടാണെന്ന് 7:50 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിക്കോദിമോസ്, he who came to him before being one of them. സന്നിഹിദ്രത്തിന്റെ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. देखिए 50 में देखिए उधर लिखा है सन्निधि के ग्रुप में है करके हम लोग देख सकते हैं 7:50 में. सो हमने क्या देखा अभी तक? He is rich, അവൻ പണമുള്ളവനാണ്, वो धनी है. നമ്പർ 2, he is part of a ruling court. അവൻ കോർട്ടിൽ അധികാരമുള്ള വ്യക്തിയാണ്. നമ്പർ 3, അവൻ പരീശന. He is a Pharisee. You know what is the meaning of Pharisee? Now Pharisee करके जब हम लोग बोलेंगे तो हम लोग को लगेगा कि hypocrites. No. Not every Pharisees were hypocrites. എല്ലാ പരീശന്മാരും അവർ കപടഭക്തിക്കാരല്ലായിരുന്നു. നല്ല പരീശന്മാരുണ്ടായിരുന്നു. അച്ഛാ ഫാരിസി ലോക്ത, ദിസ് ഗായ് ഈസ് എ ഗുഡ് ഫാരിസി, നല്ല പരീശനാ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫാരിസി? ഫാരിസിയുടെ അർത്ഥം എന്താ? സെപ്പറേറ്റഡ് വൺ, വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് ആ പരീശൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം തന്നെ. ഫാരിസി का वर्ड का मतलब भी क्या है? सेपरेटेड वन. हिस्ट्री कहता है there are 7 kinds of Pharisees during the time of Jesus. യേശുവിന്റെ കാലഘട്ടത്തിൽ 7 ടൈപ്പ് പരീശന്മാരുണ്ടായിരുന്നു. उसमें एक फरीसी का नाम है ब्लीडिंग ഫാരിസി. ഒരു പരീശന്റെ ഗ്രൂപ്പിന്റെ പേര് ബ്ലീഡിംഗ് ഫാരിസി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലും വെളിയിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളെ നോക്കത്തില്ല. औरतों को नहीं देखता है. मार्केट में जाएगा, बाहर जाएगा तो वो कपड़ा आगे रख के जाता है. കണ്ണിൻ്റെ മുമ്പിൽ തുണി വെച്ചിട്ട് നടക്കുമ്പോൾ എന്തോ പറ്റുമെന്നറിയാമോ? അവിടെ ഇവിടേക്ക് മുട്ടി താഴെ വീഴും, മുട്ടിടിക്കും, കൈ ഇടിക്കും, തല ഇടിക്കും. അപ്പോൾ ചോര തെറിക്കും ശരീരത്തിൽ നിന്ന്. स्त्रियों को नहीं देखने के लिए कपड़ा आगे रखकर चलता है. चलने के वक्त किधर लग जाता है तो गिर जाता है, खून निकलता है. तो जितना खून बॉडी में है, लोग क्या बोलेंगे? he is so religious, he is so spiritual. രക്തം കൂടുതൽ ശരീരത്തിൽ കാണുമ്പോൾ ആൾക്കാർ നോക്കിയിട്ട് എന്താ പറയുന്നത് അറിയുമ്പോൾ പിള്ളേരോട്, മോനെ വലുതാകുമ്പോൾ ഈ അപ്പച്ചനെ പോലെ ആകണോടാ, അപ്പച്ചൻ്റെ മുഖത്തുള്ള രക്തം കണ്ടോ, ഇതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? വിശുദ്ധനാ, ആത്മീകനാ.
അന്നത്തെ അമ്മമാർ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പരീക്ഷന്മാരെ നോക്കിയിട്ട് പറയും, മോനെ വലുതാകുമ്പോൾ എൻ്റെ പ്രാർത്ഥന മോനെ ഇവനെ പോലാകണം, ഈ വ്യക്തിയെ പോലാകണം. അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന കണ്ടോ? ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ആഴ്ച 2 ദിവസം ഉപവസിക്കും, हफ्ते में 2 बार फास्टिंग करता है, एवरीडे प्रार्थना करता है, दान धर्म देता है, he gives to the poor people. You have to become like Pharisee. ഈ പരീക്ഷനെ പോലെ ആകണം. They are the role models in Israel. Israel role models ആണ്. They are keepers of the law. ന്യായപ്രമാണത്തെ കീപ്പ് ചെയ്യുന്നവരാണ്, അനുസരിക്കുന്നവരാണ്. खाने से पहले हाथ धोएगा, हाइजीनिक वाशिंग ഉണ്ട്. വിശുദ്ധി കൈ ഒന്ന് കഴുകും. എങ്ങനെ? किसके लिए धोता है? मार्केट में जाकर या कोई जगह पर जाकर क्या हम लोग ने कोई अशुद्ध चीज छुआ है क्या? डर के कारण वो लोग क्लेंस करके ही खाना खाता है, സെർമോണിയൽ ക്ലെൻസിങ് करके खाना खाता है. അവര് വെളിയിൽ ചെന്ന് എന്തെങ്കിലും അശുദ്ധമായതിനെ തൊട്ടത് കൊണ്ട് ഞങ്ങൾ അശുദ്ധമായി ഒന്നും അകത്ത് ചെല്ലാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? അവര് ആ കൈ ശുദ്ധീകരണം ചെയ്തിട്ടേ കഴിക്കത്തുള്ളത് പോലും. എന്ന് പറഞ്ഞാൽ അശുദ്ധി ഒന്നും അകത്ത് പോവണ്ട, കുച്ച് ബി അന്തർ നീ ജാനാ ചായി. मंथली ऑफरिंग क्या मालूम है? മാസം ഓഫറിംഗ് എന്താണെന്ന് അറിയാമോ? ദേ ഗിവ് ടൈറ്റ് ഫോർ എവറിത്തിങ്. എല്ലാത്തിലും അവർ പതാരം കൊടുക്കും. अगर 10 किलो शुगर लिया तो 1 kg शुगर क्या करेगा? नहीं तो 500, नहीं तो कितना भी जो हो वो आकर दे देगा. 1 കിലോ ഷുഗർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് പതാരം കൊടുക്കും. ക്യുമിൻസ് വായിച്ചാൽ അതിന് പതാരം കൊടുക്കും. ഇതൊന്നും ഞാൻ ചുമ്മാ പറയല്ല, മാത്യു 23 മത്തി का सुसमाचार 23 में लिखा है, हर एक चीज में दशवांश देने वाले लोग, वेरी गुड एग्जाम्पल पीपल, separated one, strictly follows the law. प्रार्थना करता है, मेडिटेट करता है, വചൻ को പഠിത്ത, ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യും. നെക്സ്റ്റ് വേഴ്സസ് 10, 3:10, 3:10. യു ആർ ദ ടീച്ചർ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ്. ഇസ്രായേൽ को सिखाने वाला उस्ताद. See the 4 credentials. 4 credentialsനെ കണ്ടോ? 4 credentials. നമ്പർ 1 ഈസ് റിച്ച്. അവൻ പണക്കാരനാണ്, പണം ഇഷ്ടം പോലെ ഉണ്ട്. യേശുവിൻ്റെ ബറിയലിൽ 37,000 ദറംസ് ചെലവാക്കിയ വ്യക്തി. യേശുക്കെ ബറിയൽ में 37,000 ദറംസ് ഖർച്ചാക്കിയ വ്യക്തി. ഈസ് റിച്ച്. നമ്പർ 2 ഈസ് പാർട്ട് ഓഫ് റൂളിംഗ് അതോറിറ്റി. യെസ്, അതോറിറ്റി, അവന് അധികാരമുണ്ട്. നമ്പർ 3 ഈസ് ദ ഫാരിസി. അവൻ പരീശനാണ്, സ്ട്രിക്ട്ലി ഫോളോയിങ് ദ റൂൾസ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് യേശുവിൻ്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ തോറെ ഫോളോ ചെയ്യുന്ന വ്യക്തി. നമ്പർ 4 ഈസ് ദ ടീച്ചർ. അവൻ ഉപദേഷ്ടാവാണ്, ഉസ്താദ്. ഇസ്രായേൽ को सिखाता है. He teaches people from the Old Testament. പഴയ നിയമത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ആളാണ്. He knows the Bible. അവന് ബൈബിൾ അറിയാം. Let me ask you brothers and sisters, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ, ഇതർ ധ്യാൻ ദീജിയേ. ഈ വ്യക്തിക്കാണോ സുവിശേഷം വേണ്ടേ? അതോ 4-ാം അധ്യായത്തിൽ വേറൊരു പുള്ളിക്കാരിയുണ്ട്? ആരാ? ശാമിരിയക്കാരി. എത്ര ഭർത്താക്കന്മാരുണ്ട്? 5. ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. നിങ്ങൾ പറ, ആർക്കാ സുവിശേഷം വേണ്ടേ? ഈ പുള്ളിക്കാണോ ആ പുള്ളിക്കാരിക്കാണോ? എല്ലാവരും പറയുന്നില്ല. പുള്ളിക്കാരിക്കല്ലേ? मैं आप लोग से पूछता हूं, ये आदमी को गॉस्पेल की जरूरत है या 4था अध्याय में दूसरा एक बंदी है? 5 पति है, जो अभी है वो भी उसका पति नहीं है, शामिरी स्त्री. गॉस्पेल किसको जरूरत है अपने हिसाब से? പെന്തക്കോസി ജനിച്ചത് കൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷിക്കപ്പെടുന്നത് ചിന്തിക്കല്ലേ കേട്ടോ. നമ്മൾ പറയുന്നത് ആ ഹിന്ദുക്കളോട് എന്ന് പറ, അല്ലെങ്കിൽ അവരോട് എന്ന് പറ, ഇവരോട് എന്ന് പറ. നമ്മൾ ഇതിലാ ജനിച്ചത് ബ്രദറേ. അയ്യോ തെറ്റി. क्रिश्चियन फैमिली में पैदा हो गया तो बोलना ये नहीं सोचना कि मैं ऑटोमेटिकली आ गया परमेश्वर के राज्य में. ऑटोमेटिकली कोई परमेश्वर के राज्य में नहीं आता है. इसलिए कोई क्रिश्चियन फैमिली में जाकर सुसमाचार सुनाएगा ना, वो लोग
ഒരു निसंग मनोभाव उनको सुसमाचार गॉस्पेल टू अस. अरे हम लोग तो बचपन से सुन रहे. उधर हिंदू का एक फैमिली में उधर जाके बोलो. അവരോട് എന്ന് പറ ബ്രദറെ, അവരോട്. ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഈ ചില മർത്തോമക്കാരോടൊക്കെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവരെന്തോ പറയുമ്പോൾ, അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, കണ്ട അവിടെ ഒരു വീടുണ്ട്. യെസ് നമ്മളൊക്കെ നീച്ചേക്കരെ. വി ആർ മിസ്റ്റേക്കൻ. സ്നാനപ്പെട്ടത് കൊണ്ട് രക്ഷിക്കപ്പെട്ടില്ല കേട്ടോ. ബപ്തിസ്മാ लिया इसलिए उद्धार पाया करके नहीं सोचना. മുങ്ങിയത് കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ചിന്തിക്കരുത്. പണ്ടങ്ങാണ്ടോ സ്നാനപ്പെട്ട് ചെറിയ അന്യഭാഷയും കിട്ടി മുറി അന്യഭാഷയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമെന്ന് ചിന്തിക്കല്ല്. बपतिस्मा पहले लिया था, फिर छोटा अन्य भाषा बीच में बार बार बोल रहा है, इसलिए मैं स्वर्ग जाकर कर नहीं सोचना. वी आर बीन डिसीव्ड. वी आर इन डिसेप्शन. അതാ ഞാൻ നേരത്തെ പിക്ചർ കാണിച്ചത്. इसलिए मैंने पहले पिक्चर दिखाया. ബൈബിളും പിടിച്ചോണ്ടിരിക്കുന്ന ആള് മറ്റേ परीशन आरका सुविशेषम परीक्षना वेंड परीसी को चाहिए. बाइबल पकड़ के रखा हुआ आदमी को सुसमाचार क्यों चाहिए? बाइबിളും പിടിച്ച് എല്ലാ ഞായറാഴ്ചയും പോയി വെള്ള ഷർട്ട് വിട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്തിനാ സുവിശേഷം? Why you need the gospel? Jesus is telling to Nicodemus, you will not see the kingdom of God. നീ സ്വർഗ്ഗരാജ്യം കാണത്തില്ല നിക്കോദിമോസേ. You will not enter into the kingdom of God. तू स्वर्ग के राज्य में प्रवेश नहीं करेगा. जीसस पॉइंट ब्लैंक में उसके मुंह में देख के बोला. मुझे लगता है कि निकोदिमोस की आंख में अंधेरा छा गया होगा. അവന്റെ കണ്ണിൽ ഇരുട്ട് വന്നു കാണും. നീ സ്വർഗ്ഗരാജ്യം കാണത്തില്ലെന്ന്. See chapter 3 verses 3 3. Truly, truly, I say to you, unless one is born again, he cannot see the kingdom of God. നല്ല പെന്തിക്കോസ്തുകാരെ കേട്ടുകൊള്ളുക. വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. बचपन से क्रिश्चियन लोग सुनिए, दोबारा पैदा नहीं होंगे तो स्वर्ग राज्य नहीं देखेंगे. वी कैनॉट सी. Verse 6 ആറാമത്തെ വാക്യം. Truly, truly, I say to you, unless one is born of water and the spirit, he cannot enter into the kingdom of God. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? उसका मतलब क्या है? निकोदिमोस को क्या बोला? You will not go to heaven. ധൈര്യം ഉണ്ടോ നമുക്ക് പറയാൻ നിക്കോദിമോസിനെ നോക്കി? निकोदिमोस को देखकर हम लोग को बोलने के लिए ऊर्जा है. उसको देखकर बोलने के लिए, निकोदिमोस you are not going to heaven. He has the Bible in his hand. ബൈബിൾ കയ്യിലുണ്ട്. He has a good posture. നല്ല പോസ്ചർ ഉണ്ട്. നല്ല ഡ്രസ്സിംഗ് കോഡാണ്. നല്ല അച്ഛ ഡ്രസ്സിംഗ് കോഡ്. ആത്മ ബൈബിൾ है, पैसा है, रूलिंग कम्युनिटी में है. ही टीचेस गॉड्स वर्ड. जीसस बोलता है तू स्वर्ग नहीं जाएगा. यू विल नॉट मेक इट टू हेवन. यू नो व्हाट हैपेंड? എന്തോ സംഭവിച്ചെന്നറിയാമോ? വേഴ്സ് 7 ആ ഏഴാമത്തെ വാക്യം നോക്കിക്കേ. सारे लोग जरा देखिए 7 ഏഴാമത്തെ വാക്യം എല്ലാവരും നോക്കിക്കേ. सब लोग जरा देखिए 7वां वचन. നിങ്ങൾ നാമോ എഴുതിക്കുന്നേ? നിങ്ങൾ ഹിന്ദി പടി. നിന്നോട് നാമോ നിങ്ങളോട് നാമോ? നിന്നോട് പറയുക. നീ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുക. അല്ലാതെ ഇത് നിന്റെ കാര്യമല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ പോയപ്പോൾ ആ ഒരു ബ്രദറിൻ്റെ കാര്യമൊന്നും ആണ് എന്നല്ല യേശു പറയുന്നത്. ഞാൻ നിന്നോട് പറയുക. എന്തുവാ? നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യമുള്ളല്ലോ. അതുകൊണ്ട് നീ ആശ്ചര്യപ്പെടരുതെന്ന്. അപ്പം യേശുവിൻ്റെ വാക്ക് കേട്ടിട്ട് ഇവനെന്തോ പെട്ടു? നെട്ടിപ്പോയി. എന്നാൽ നമുക്ക് പലർക്കും ഞെട്ടലില്ല. കാരണം നമ്മൾ വിചാരിക്കുക നമ്മൾ പോകുന്ന. കാരണം നമ്മൾ വിചാരിക്കുക നമ്മൾ പോകുന്ന. വീണ്ടും ജനിക്കാത്ത ഒരെണ്ണം പോലും പോകത്തില്ല. പടി ഹിന്ദി में पढ़ी. अचंबा ना कर. तो यीशु मसीह ने बोला हुआ बात इसको क्या कर दिया? उर्दू में क्या लिखा है? उर्दू में और अच्छा रहेगा.
ताज्जुब ना कर। ये सुन के क्या हो गया? अचंबा हो गया। मी, मैं भी पीछे कोई नहीं, नो यीशु बोलता तू, यू, तू नहीं जाएगा। मी, ഞാനോ? സർപ്രൈസ് ആയിപ്പോയി. മീ, യെസ്, നീ പോകത്തില്ല. ഇത് നിക്കോദിമോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ പോകുമോ? निकोदिमोस के बारे में हम लोग यहाँ पर अभी पढ़ते हैं तो हम अपने बारे में पूछेंगे, विल वी गो? നമ്മുടെ വെച്ചുകെട്ട് ഉള്ള ആത്മീയതയൊക്കെ കർത്താവ് പൊളിച്ചു കളയും കേട്ടോ. हमने ऐसा बोला, एक बच्चों के गेम है, क्या बोलते हैं आई डोंट नो, एक स्टिक ऐसा रखता है. क्रिस्टीना, व्हाट इज दैट गेम? व्हाट इज दैट गेम? वन स्टिक यू कीप एंड अनदर स्टिक, जिंगा, जिंगा, जिक्सो, जिंगा, बिल्डिंग रिमूव करते हैं, देखा है ना, जिंगा. അവർ സ്പിരിച്വൽ ലൈഫ് ഷുഡ് നോട്ട് ബി ലൈക്ക് ജിങ്ക. ജിങ്ക പോലെ ആവില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടാൽ പോകും, ചൂയകത്തോ ചലി ജായക. അങ്ങനെ വെച്ച് കെട്ടുന്നതെല്ലാം ഒരു ദിവസം വീഴും. തോട പ്രയർ, കുറച്ച് പ്രാർത്ഥന, തോട ഹോളി ലൈഫ്, കുറച്ച് വിശുദ്ധ ജീവിതം, തോട വേർഡ്, അല്പം വചനം. എൻ്റെ പൊന്ന് ബ്രദറെ സിസ്റ്ററെ, യേശു അത് പൊളിക്കും. യേശു ഉസ്കു തോടേക. വെച്ച് കെട്ടുന്ന എല്ലാം യേശു പൊളിക്കും. പാസ്റ്റർ അല്ല കേട്ടോ, യേശു അത് പൊളിക്കും. കർത്താവ് എന്നോട് ഈ ദൂത് ഇന്നലെ രാത്രി എൻ്റെ ഹൃദയത്തിൽ തന്നു. വെച്ച് കെട്ടിയ എല്ലാ ആത്മീയ കർത്താവ് ഒറ്റ കാറ്റ് മതി അത് പോകാൻ. അതുകൊണ്ട് വെച്ച് കെട്ടിയിരിക്കുന്ന സ്പിരിച്വാലിറ്റി എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പണിയാം. जिक्सो जैसा, जिंगा जैसा रखा हुआ चीज है ना, एक बच्चा का हुफ करेगा तो वो जाएगा. ऐसा बहुत सारे लोगों का स्पिरिचुअलिटी है. थोड़ा वर्ड, थोड़ा प्रार्थना, थोड़ा होली. जीसस बोलता है आई विल ब्रेक इट. ही गॉट सरप्राइज. इसका जिंगा गया. ഈ മനുഷ്യൻ്റെ ജിങ്ക കളി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആദ്യം വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നോക്കണം എന്താ ഈ ജിങ്ക കളി എന്ന്. ഇവൻ്റെ ജിങ്ക പോയി. ക്ഷമിക്കണം. അവൻ അത്ഭുതപ്പെട്ടിരിക്കുക. സർപ്രൈസ് വന്നല്ലോ എന്നായിപ്പോയി. അയ്യോ, കോൺസ ജഗപ്പർമയാകെ ഗൽത്തി ഹോ ഗയി ഇധർ ആകെ. That is what gospel does. അതാണ് സുവിശേഷം ചെയ്യുന്നത്. ജീസസ് വിൽ കൺഫ്രണ്ട് യു. അല്ലാതെ ഇങ്ങനെ തത്തിപ്പൊത്തി ഷുഗർ കോട്ടിങ് ചെയ്ത് വാ മോനെ വാ മോളെ ഇങ്ങനെ കുശിനിട്ട് പോകുന്നതല്ല. ഈ വിൽ കൺഫ്രണ്ട് യു. നമ്മളെ കൺഫ്രണ്ട് ചെയ്യും നമ്മുടെ പ്രോബ്ലം. നല്ല ഡോക്ടറും അങ്ങനല്ലേ, അച്ഛാ ഡോക്ടർ ബി ഐ സി ചെയ്യല. थोड़ा टाइम का कंफर्ट, हमारा रियल प्रॉब्लम नहीं बताइए. ഞങ്ങളുടെ റിയൽ പ്രോബ്ലം എന്താന്ന് പറയണ്ട. हमारा रियल प्रॉब्लम അത് കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, സഹിക്കത്തില്ല. ഓ സുന്നേക്കില്ല, സഹൻ नहीं है. We don't want to hear. We want a temporary pain relief. आपके पास है कुछ पेन किलर कुछ है? എന്തെങ്കിലും പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ ടെമ്പററി പെയിൻ കില്ലറിന് റിലീഫിന് വേണ്ടി? ഇല്ല. ജീസസ് പോലെ ഐ ഡോണ്ട് ഹാവ് എ പെയിൻ കില്ലർ. ഐ വിൽ ടേക്ക് യുവർ പ്രോബ്ലം ഫ്രം യു ഇഫ് യു ആർ വില്ലിംഗ് ടു കം ആൻഡ് ഫോളോ മീ. എന്നെ അനുഗമിച്ച് നീ എൻ്റെ പിന്നാലെ വന്നാൽ, എൻ്റെ വചനത്തെ നീ വിശ്വസിച്ചാൽ നിന്റെ യഥാർത്ഥ പ്രോബ്ലം മാറും. പോയി നിക്കോദിമോസേ, ഡു നോട്ട് ബി അമേസ്ഡ് ദാറ്റ് ഐ ടോൾഡ് യു, യു വിൽ നോട്ട് മേക്ക് ഇറ്റ്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്നുള്ള കാര്യം നിക്കോദിമോസേ നീ ഇത് കേട്ട് ആശ്ചര്യപ്പെടരുത്. ഇസേ സുൻകർ തു ഗവറാനാ नहीं. मैंने उनको एक बात बोला. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും, इतना ट्रैफिक में हम लोग गाड़ी चला के आकर संडे मॉर्निंग पार्किंग भी नहीं मिलता है ब्रदर. 15 मिनट पार्किंग के लिए हम लोग इतना घूमकर पार्क करके इधर आके बैठा, तो क्या प्रचार कर रहे हैं? जजमेंट, प्रभु का क्रोध, प्रभु गुस्सा है आपसे.
വി ഡോണ്ട് വാണ്ട് ടു ഹിയർ. അത് കേൾക്കണ്ട ഞങ്ങൾക്ക്. ഇത്രയും ബുദ്ധിമുട്ടി പാർക്കിംഗ് എല്ലാം ചെയ്ത് 15 മിനിറ്റ് ഞങ്ങൾ അവിടുന്ന് ദൂരെ നടന്ന് വന്ന് ഹോളിൽ വന്നിരിക്കുമ്പോൾ പുള്ളി പ്രസംഗിക്കുന്ന എന്തുവാ? ന്യായവിധി വരാൻ പോവുകയാണ്, ദൈവത്തിൻ്റെ ക്രോധമുണ്ട്, ദൈവം പ്രസാദിക്കുന്നില്ല, ദൈവം സത്യം പറയുന്നു. അയ്യോ, വി ഡോണ്ട് വാണ്ട് ടു ഹിയർ ദാറ്റ്. ഇല്ലേ? സത്യത്തിന് ചെവി കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ യു ഹാവ് സം പ്രോബ്ലം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അഗർ സच्चाई को सुनने के लिए कान में प्रॉब्लम है तो दैट इज अ रियल प्रॉब्लम. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരാം. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 4 അതിന്റെ 3-4 വാക്യം. 3 and 4 3-4 വാക്യം. ऐसा समय आएगा कानों की खुजली के कारण अपनी अभिलाषाओं को मतलब क्या है उसका मतलब? अपनी अभिलाषाओं को, आगे देखिए 4वां वचन, अपने कान को सत्य से फेरेंगे. മലയാളത്തിൽ ഒന്ന് വായിച്ച് 4ാമത്തെ വാക്യം. സത്യത്തിന് ചെവി കൊടുക്കാതെ. അപ്പൊ സത്യം കേൾക്കാൻ താല്പര്യമില്ല, സത്യം കേൾക്കാൻ ഇഷ്ടമില്ല, ചെവിക്ക് അങ്ങ് ഭയങ്കര ഇറിറ്റേഷനാണ്. ഈ പുള്ളി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അങ്ങ് ഇറിറ്റേഷൻ ആവുന്നല്ലോ. ഈ ആദ്മി उठ के खड़ा होएगा तो इरिटेशन है. कान में खुजली के कारण they don't want to hear the truth. They will run away from the truth. They don't want to hear the truth. कुछ लोग चर्च में ही बैठ के ना डिस्ट्रैक्ट होएंगे. चर्च में बैठ के मैं जॉन लेगा तो कोलोसियन का बुक लेके पढ़ेगा, जीसस वॉज इन द बिगिनिंग, वो पढ़ेगा. सच्चाई सुनने के लिए नहीं चाहता है, सत्यं കേൾക്കാൻ താല്പര്യമില്ല. दैट इज द इंडिकेशन यू हैव ए प्रॉब्लम. മനസ്സിലാവുന്നുണ്ടോ? നിക്കോദിമോസ് ആശ്ചര്യപ്പെട്ടു പോയി. നിക്കോദിമോസ് വാസ് അമേസ്ഡ്, अचंभित हो गया टू हियर आई विल नॉट गो. मुझे किसी ने ये नहीं बोला, എന്നോട് ഇതാരും പറഞ്ഞില്ല. യേശു പറയും, യേശു മസിയെ बोलेगा. Brothers and sisters, we should be ready to confront by Jesus Christ. യേശു ക്രിസ്തു നമ്മളെ കൺഫ്രണ്ട് ചെയ്താൽ നമ്മുടെ പൊള്ളത്തരങ്ങളെ കാണിക്കുകയും സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുകയും ചെയ്യും. അതിന് താല്പര്യമുണ്ടോ നമുക്ക്? उसके लिए चाहत है क्या? उसके लिए कान सच्चाई की ओर हम लोग मुड़ाएंगे. Let us turn our ears to the truth. I want to hear the truth, Lord. I plead, brothers and sisters, there will be a time you will not hear the truth. अभी जैसा सुन रहे आप लोग नहीं सुनेंगे, अभी कानों को फेरेंगे. तो ഇപ്പോൾ നമ്മുടെ ചെവിയെ നമ്മൾ സത്യത്തിൽ നിന്ന് തിരിച്ചാൽ ഒരു സമയം വരും സത്യം നമ്മൾ കേൾക്കത്തില്ല. ഇത് നമ്മൾ കുറിച്ചിട്ട് കൊള്ളുക. സത്യം പറയുന്നത് ആരും പിന്നെ പുൾപെറ്റി കാണത്തില്ല, അങ്ങനെ കേൾക്കത്തില്ല. फिर सच्चाई बोलने वाला कोई पुलपिट में नहीं रहेगा, एंटरटेन करने वाले रहेंगे पुलपिट में. എൻ്റർടൈൻ ചെയ്യുന്നവരായിരിക്കും പുൾപെറ്റിൽ പിന്നുള്ളത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ടേക്ക് ദിസ് ആസ് എ വാർണിംഗ്. ടേൺ അവർ ഐസ് ടു ദ ട്രുത്ത്. സത്യത്തിലേക്ക് നമ്മുടെ ചെവിയെ തിരിക്കാം. ത്രോ അവേ ഓൾ ദാറ്റ് ജിങ്ക പ്ലേയിങ്. എല്ലാ ജിങ്ക പ്ലേയിങ് എല്ലാം എടുത്ത് കളയാം. വി ഷുഡ് നോട്ട് പ്ലേ ദ ചർച്ച്. സഭയായി നമ്മൾ കളിക്കാതെ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഇറ്റ് മീൻസ് നമ്മൾ കേവലം ഒരു റിലീജിയസ് ആയി കടന്നു വന്ന്, കസ്റ്റമായി കടന്നു വന്ന് കുറെ പാട്ടും പാടി സ്തോത്രം പറഞ്ഞ് വചനം കേട്ട് പോയി ഒന്ന് കൂടി എന്നുള്ള ഒരു ചിന്തയേക്കാൾ കൂടുതൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്, എൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള യഥാർത്ഥ ഒരു സമർപ്പണം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. एक सच्चा एक सरेंडर हमारे अंदर होने दो. Don't just come to do the custom. Hallelujah. He was amazed. Now let me tell you, let me ask you, do you see any problem with Nicodemus? Nicodemus ne kanda എന്തെങ്കിലും പ്രോബ്ലം തോന്നുമോ? No. He is good. बहुत अच्छा है. But I'll show you 3 major problems. 3 major problem നിക്കോദിമോസിന്. Number 1, chapter 3 verses 10. 3:10. मैं पढ़ता हूँ, आप लोग देखिए. നിങ്ങളുടെ ബൈബിൾ എല്ലാവരും തുറന്ന് വായിക്കണം.
3:10. यह सुनकर यीशु ने उससे कहा, तू इस्राएलियों का गुरु होकर भी क्या इन बातों को नहीं समझता? वो देखा आपने? യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്നതിനേക്കാൾ ഇത് നിനക്ക് മനസ്സിലാകുന്നില്ലയോ? യേശു ന്യൂ ബർത്തിനെ കുറിച്ച് പറയുക, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണെ കുറിച്ച് പറയുക. ഈവൻ ഇത് മനസ്സിലാകുന്നില്ല. ഉപദേഷ്ടാവാ, ടീച്ചറാ. ഇതാണ് ഒന്നാമത്തെ റോൾ. എന്ന് പറഞ്ഞാൽ ആത്മീക കാര്യം മനസ്സിലാകുന്നില്ല. ആത്മിക് ബാത്ത് नहीं समझ में आ रहा है इसको. टीचर है, he is a Bible scholar, he is a Bible teacher, but he is not understanding spiritual things. If you ask about science, one करके चैट जीपीटी आंसर പറയുന്ന പോലെ സയൻസിനെ കുറിച്ച് ആൻസർ പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് बारे में पूछो, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പോയി, അയ്യോ എന്തുവാന്നറിയാമോ സ്റ്റോക്ക് മാർക്കറ്റ്. बिजनेस के बारे में पूछो, ऐसा आएगा जवाब. दे अंडरस्टैंड एवरीथिंग, एल्ला मनसिलागुम. स्पोर्ट्स के बारे में पूछो, गवर्नमेंट के बारे में पूछो, कौन सा सही है कौन सा नहीं है, ऐसा आएगा मुंह से जवाब. गवर्नमेंट. आज का लेटेस्ट न्यूज पूछो, इन्नത്തെ लेटेस्ट न्यूज, इट इज देयर इन देयर माउथ, दे कैन अंडरस्टैंड, बट दे आर नॉट अंडरस्टैंडिंग स्पिरिचुअल थिंग्स. आत्मिक बात नहीं समझ में आ रहा है ना, नहीं समझ में आ रहा है. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അതാണ് പ്രോബ്ലം. ആത്മീക കാര്യം മനസ്സിലാകുന്നതെങ്കിലേ അതിൻ്റെ അർത്ഥം ആത്മീക ജീവൻ ഇല്ല, അതുകൊണ്ടാണ് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞേ. आत्मिक बात समझ में नहीं आ रहा है, उसका मतलब क्या है? इज नॉट हैविंग लाइफ इन हिम. आत्मिक जीवन ही अंदर नहीं है, तो आत्मिक बात कैसे समझ में आएगा? आर यू अंडरस्टैंडिंग इट? ഞാനിപ്പം मैं अभी कॉर्निश से चल रहा है, कॉर्निश में चल रहा है. आप में से कोई करेगा नहीं, पता नहीं प्रभु को. मैं ऐसा चलने के वक्त किसी के अंदर गुस्सा आकर बोला, हर संडे इतना गुस्सा होकर प्रचार करता है, ढेर धक्का दिया मुझे, मैं पानी में गिर गया. എല്ലാ ഞായറാഴ്ചയും അങ്ങോട്ട് പ്രസംഗിക്കുന്നവൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് കോർണിഷിൽ നടക്കുന്ന എന്നെ ഒരു തെള്ളി ഞാൻ വെള്ളത്തിൽ വീണാൽ, मैं क्या होएगा? मैं बहुत पानी, मुझे स्विमिंग नहीं आता, मैं बहुत पानी पिएगा. पी के क्या हो जाएगा? डूब जाएगा. डूब के क्या हो जाएगा? मर जाएगा. क्यों? मेरे वही पानी के नीचे बहुत सारा मछली है, उन लोग तैर रहे हैं, उनको कोई प्रॉब्लम नहीं है. ഞാൻ വീണ സ്ഥലത്ത് ഒത്തിരി മീനുകളുണ്ട്, അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. വൈ? നീന്തറിയാന്നുണ്ടെന്ന്. വൈ? Because fish was born in the water. മീൻ ആ വെള്ളത്തിൽ ജനിച്ചത് കൊണ്ട് അവിടെ ആ വെള്ളത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ച് അതിനറിയാം. ഞാൻ കരയിൽ ജനിച്ചത് കൊണ്ട് ഇതെനിക്കറിയത്തില്ല. मैं लैंड में जन्मा, इसके लिए पानी का नीचे का बात में मुझे कुछ है ही नहीं. मेरा उसको बचने के लिए रेसिस्टेंस ही नहीं है मेरे हाथ में, इसलिए पानी पिए, पेट और है और भी आ गया, आदमी डूम. വെള്ളം കുടിച്ചു പോയി. കാരണം എന്താ? കരയിൽ ജനിച്ചത് കൊണ്ട് വെള്ളത്തിലുള്ള കാര്യം അറിയത്തില്ല. എൻ്റെ അർത്ഥം എന്തോ? कहने का मतलब क्या है? कहने का मतलब ये है, स्वर्ग से पैदा हो गया वह व्यक्ति स्वर्गीय बातों को जानेगा. ഉയരത്തിൽ നിന്ന് ജനിച്ച വ്യക്തിക്ക് മാത്രമേ ഉയരത്തിലെ ആത്മീക കാര്യങ്ങൾ ഗ്രഹിക്കത്തുള്ളൂ. ചാപ്റ്റർ 3 വേഴ്സ് 6, 3:6 നോക്കിക്കേ. 3:6, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. क्योंकि जो शरीर से जन्मा है वो शरीर है, और जो आत्मा से जन्मा है वो आत्मा है. You need to be born again, Nicodemus, to understand the spiritual things. അല്ലാതെ സ്റ്റോക്കും പിന്നെ ഈ പല കാര്യങ്ങളും ലൗകിക കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ആത്മീകനാകണമെന്ന് നിർബന്ധമില്ല. दुनिया के सारे बातें जानकर स्टॉक मार्केट में क्या हो रहा है, किधर गिर गया, वो सब जान के एक आत्मिक होना जरूरी नहीं. आत्मिक को ये सब बातें जानेंगे, ഒരു ആത്മീകൻ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞിരിക്കാം. എന്നാൽ ആത്മീകൻ അറിയേണ്ടത് ആത്മീക വിഷയങ്ങളാണ്. അതുകൊണ്ട് ഉയരത്തിൽ നിന്ന് ജനിക്കണം. इसके लिए ऊपर से पैदा होना है. निकोदेमस बाइबल रीड कर रहा है, बट ही इज नॉट अंडरस्टैंडिंग स्पिरिचुअल थिंग्स.
ആത്മീക കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. उसको समझ में नहीं आ रहा क्या लिखा है इसमें. He does not know what is the gospel. Let me tell you, there are many people in our church, they have taken baptism but they don't know A to Z about gospel. സുവിശേഷത്തെ കുറിച്ച് ഒരു കാര്യം അറിയാത്ത സ്നാനപ്പെട്ട അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. That is a sad. Why do you think I am preaching like this? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? Let the gospel come inside you. उसके लिए मैं और आप लोग ऊपर से पैदा होना पड़ेगा. God should give us a new birth to understand spiritual things. നിക്കോദിമോസിന് കാര്യങ്ങളൊന്നും ആത്മീക കാര്യങ്ങൾ പിടികിട്ടുന്നില്ല. It does not understand spiritual things. Number 2, രണ്ടാമത്തെ കാര്യം അതിൻ്റെ 11ാമത്തെ വാക്യം, വേഴ്സസ് 11 ചേർത്തേക്ക്. വേഴ്സസ് 11. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. Just look at verses 11. Truly, truly, I say to you, we speak of what we know and testify of what we have seen, and you do not accept our testimony. യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നിക്കോദിമോസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കഴിവുകേട് കണ്ടോ? യേശു മसीह का सुसमाचार नहीं तो यीशु मसीह के गवाही को निकोदिमोस एक्सेप्ट नहीं कर पा रहा है. Now please come with me to chapter 3 verses 2. 3:2 വന്നാട്ടെ. അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? He believes that Jesus does miracles. യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്. റൈറ്റ്? യേശു മसीह अद्भुत करता है करके और मिराकल करता है करके और विश्वास करता है. लिखा है ना वहां पे. Number 2, he believes that Jesus has come from God. ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്. He believes that he comes from God. परमेश्वर से आए करके विश्वास करता है. Number 3, he is a teacher करके विश्वास करता है. യേശു കർത്താവ് ഒരു ടീച്ചർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. What is the problem? നിക്കോദിമോസ് വിചാരിക്കുന്നത് ജീസസ് ഈസ് ലൈക്ക് someone like Moses who was sent by God with the message. No problem in believing that. യേശു മോശയെ പോലെ ദൈവം അയച്ച ഒരു പ്രവാചകനാണെന്നും ഉപദേഷ്ടാവാണെന്ന് താൻ വിശ്വസിക്കുന്നത് അതിന് തനിക്കൊരു പ്രോബ്ലം ഇല്ല. താനത് വിശ്വസിക്കുന്നുണ്ട്. यीशु मसीह को मूसा के जैसा परमेश्वर ने भेजा है, ऐसा एक भेजा हुआ उस्ताद है या रबी है कर विश्वास करने के लिए, ईमान करने के लिए he has no problem. उसको कोई प्रॉब्लम नहीं है. But what is the problem? What is the testimony of Jesus? यीशु मसीह का गवाही क्या है? What is the testimony of Jesus? I am not like Moses. ഞാൻ മോശയെ പോലെ ദൈവം അയച്ചു വന്നവനല്ല. What is the testimony of Jesus? യേശുവിന്റെ സാക്ഷ്യം എന്താണ്? John 1:14 में लिखा है कि the word became flesh. ദൈവ വചനം ജഡമായി തീർന്നു. प्रभु का कला मुजस्सम होकर इंसान बनकर आया. Can Nicodemus accept that testimony? നിക്കോദിമോസിന് ആ സാക്ഷ്യം കൈക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? കഴിയുന്നില്ല. ഏതാ? ഞാൻ ദൈവമാണെന്ന്, ജഡത്തിൽ അവതരിച്ച ദൈവമാണ് എന്ന് നിക്കോദിമോസിന് കൈക്കൊള്ളാൻ കഴിയുന്നില്ല. He cannot accept it. Praise God. कितना कन्वीनियंट है ना, कितना कन्वीनियंट है. യേശു രക്ഷിതാവാണെന്നും യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്നൊക്കെ പറയാൻ എന്താ കൺവീനിയൻ്റ് है. യേശു मसीह मिराकल करता है, चंगा करता है, रास्ता खोलता है, बोलने के लिए कितना कन्वीनियंट है. हाउ कन्वीनियंट इट इज. लेकिन यीशु मसीह स्वर्ग से उतर के आए, वह प्रभु है एंड ही इज द किंग, ही इज द लॉर्ड, ही इज माय सेवियर करके बोलने के लिए कंफर्ट जोन से हमको बाहर आना पड़ेगा. क्योंकि अपना मर्जी नहीं बल्कि यीशु मसीह का मर्जी को हमको करना पड़ेगा. യേശു ദൈവപുത്രനെന്നും രാജാവെന്നും കർത്താവെന്നും എന്ന് നാം വിശ്വസിച്ച് ആ സാക്ഷ്യത്തെ കൈക്കൊള്ളണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് യേശുവിനെ കുറിച്ചുള്ള ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. യേശുവെ നീ രക്ഷിതാവ് മാത്രമല്ല, നീ എൻ്റെ കർത്താവ്, നീ എൻ്റെ രാജാവുമാണ്, നീ എന്നെ ഭരിക്കാൻ വേണ്ടി വന്നവനാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ക്രിസ്ത്യ ജീവിതം കൊണ്ടുപോകാം. मैंने इधर बोला है,
बहुत सारे मसीह लोगों के लिए यीशु मसीह वी गार्ड स्टेबलाइजर जैसा है. सुना है ना आप लोग ने? വി ഗാഡ് സ്റ്റെബിലൈസർ പോലെയാണ് അനേകർക്ക് യേശു കർത്താവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ള ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പൊട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോ കാം ഹെ ജോലി. അതുപോലെ കർത്താവെ ഒരു 4 വർഷം കൂടെ ജോലിയാണ്. കൊച്ചി ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ്. 9, 10, 11, 12 കഴിഞ്ഞാൽ ഒത്തിരി പൈസ വേണം. അതുകൊണ്ട് കുറച്ച് നാൾ വരെ ജോലി പൊട്ടാതിരിക്കാൻ കർത്താവേ വിറപ്പിക്കലുണ്ട്. കർത്താവേ കാത്തു സൂക്ഷിക്കണേ. ജോലി പൊട്ടാതിരിക്കാൻ യേശുവിനെ വിളിക്കുന്ന, സാമ്പത്തികം പൊട്ടാതിരിക്കാൻ, ശരീരം ഹെൽത്ത് കേടാകാതിരിക്കാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി നല്ലതുപോലെ പോകാൻ, ഒരു സുരക്ഷിതമായിരിക്കുന്ന ജീവിതം ഇവിടെ ജീവിക്കാൻ വേണ്ടി മാത്രം ജീസസിനെ വിളിച്ചാലേ വി ആർ ദ മോസ്റ്റ് പിറ്റിഫുൾ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. वी गार्ड स्टेबलाइजर क्यों रखता है? ताकि फ्रिज खराब नहीं हो जाए, वॉशिंग मशीन खराब नहीं हो जाए. प्रभु जी मेरा काम, अभी मेरा बच्चा अभी 2 साल के बाद वो 12th होएगा, 12th के बाद हायर स्टडीज है, पैसा चाहिए प्रभु जी. आप जानते हैं यूएई में अच्छा मुझे काम दे, वो काम नहीं टूट जाए, हमेशा वो काम बना रहे. मेरा टीम लीडर के दिल से तू बात कर, मेरा मैनेजर के दिल को बदल. जीसस डू दिस फॉर मी. For me. Jesus is not the end. Jesus is the means to the end. യേശു ലക്ഷ്യമല്ല, ലക്ഷ്യം വേറെന്തൊക്കെയോ. സാമ്പത്തിക ജീവിതത്തിൻ്റെ ഭദ്രതയും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും അതൊക്കെയാണ് ലക്ഷ്യം. പിന്നെന്താ? ജീസസ് ഒരു മാർഗമാണ് ആ ലക്ഷ്യത്തിലേക്ക്. ലക്ഷ്യം കന്നു കഴിഞ്ഞാൽ പിന്നെ ജീസസിനെ വേണ്ട. ലക്ഷ്യം पहुंच गया तो फिर जीसस का जरूरत नहीं है. Praise God. I am not talking about everybody. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. लेकिन ये वचन सुन के दिल में कन्विक्ट हो गया, ये टोक के बोल रहा है. मैं टोक के नहीं बोल रहा किसी को. अगर टोक लग रहा है तो उसका मतलब it is talking about you. ഈ പുള്ളി കുത്തിയാണല്ലോ സംസാരിക്കുന്നത്. എന്നോട് എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഞാൻ ആരും കുത്തി സംസാരിക്കാറില്ല. അഥവാ കുത്തു കൊള്ളുന്നെങ്കിൽ അത് നിങ്ങളെക്കുറിച്ച് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോണം. അതിനെന്ത് ചെയ്യണം? കുത്തുകൊണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ദിൽ മേ അഗർ കട്ട് ലഗ് ഗയാ തോ मन फिरा कर वापिस आना है. Did you see the 2 problems of Nicodemus? He cannot understand spiritual things. आत्मिक बात नहीं समझ में आ रहा है. लोगों से कन्वर्सेशन से ही पता चलता है. അവർ കൺവെർസേഷനിൽ തന്നെ മനസ്സിലാകും ആർ ദ സ്പിരിച്വൽ ഓർ നോട്ട്. 2, he cannot accept the testimony of Jesus. യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം അംഗീകരിക്കാൻ കഴിയുന്നില്ല. നമ്പർ 3 verses 12, 12ാമത്തെ വാക്യം. If I told you earthly things and you do not believe. ഇല്ലേ? 12ാമത്തെ വാക്യം നോക്കിക്കേ. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. 3 കാര്യം കണ്ടോ? മനസ്സിലാകുന്നില്ല, കൈക്കൊള്ളുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ പുള്ളി എല്ലാ ഞായറാഴ്ച പള്ളി പോവും. ബൈബിളും ഉണ്ട് കയ്യിൽ. കണ്ടോ? ഇതാണ് ജിങ്ക ഗെയിം. ये है जिंगा गेम. समझ में नहीं आ रहा है आत्मिक बात. He cannot understand. He cannot accept. He cannot believe. विश्वसिका मैया. He cannot believe. Pastor, आप क्या बोल रहे हैं? I believe. I believe in Jesus. If you believe, if you truly believe, it will show in the fruit of your life. ആശ്രയം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തോ ഈ പറയുന്നത്? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഫലത്തിൽ അത് കാണും. ഇറ്റ് വിൽ ബി സീൻ ഇൻ ദ ഫ്രൂട്ട് ഓഫ് അവർ ലൈഫ്. ഇഫ് ദ റൂട്ട് ഇസ് റൈറ്റ്, ഫ്രൂട്ട് വിൽ ബി ദെയർ. റൂട്ട് കറക്റ്റ് ആണെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകും. 3 problems of Nicodemus. Now tell me, is he better than Shamiri? ये शमीरी स्त्री से बेटर है क्या? ये ഷമീരിയ കാര്യത്തേക്കാൾ നല്ലതാണോ ഈ പുള്ളി? അല്ലല്ലേ.
ഡു യു തിങ്ക് ഹി നീഡ്സ് ഗോസ്പൽ? നിക്കോദിമോസിന് സുവിശേഷം വേണോ? ഇതർ സുന്ന. ശമരിയക്കാർ ഇങ്ങനെ വരും. ശമരി സ്ത്രീ ജൽദി ആയേഗ, ये थोड़ा आने के लिए डिफिकल्ट है. He need more grace. He need more grace. ഇവന് കൂടുതൽ കൃപ വേണം. ശമരി സ്ത്രീ बिचारी उसको बोला देख भी तेरा वो पति नहीं है. हो प्रभु जी हालेलुया, मैं तेरे पास में आ जाता हूं. So fast. Nicodemus is shocked. Let the Sunday service shock many people. ഈ ഞായറാഴ്ച പകൽക്കാലത്തെ മീറ്റിംഗ് അനേകരെ ഷോക്ക് ചെയ്യട്ടെ. കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ആക്കൊക്കെ ബന്ദ് കരെങ്കിൽ പ്രാർത്ഥന കരെങ്കിൽ. സ്തോത്രം. ഹല്ലേലൂയ.